ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഇടിച്ചക്ക തോരൻ വെച്ചാലോ? അപ്പോൾ നമ്മളതിന് പാകമായ ഒരു ഇടിച്ചക്ക എടുത്തിട്ടുണ്ട്. നമ്മളതിനെ ഒന്ന് നടുവേ മുറിച്ച് അതിൻ്റെ മുളഞ്ഞീൻ അല്ലെങ്കിൽ ആ കറയൊക്കെ ഒന്ന് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളതിനെ ചെറുതായിട്ട് മുറിച്ചെടുക്കുക. ശേഷം നമ്മൾ വീണ്ടും അതിലെ കറയൊക്കെ തുടച്ച് മാറ്റിയതിന് ശേഷം അതിൻ്റെ കുഞ്ഞിയും അതിൻ്റെ തൊലിയും എല്ലാം ചെത്തിക്കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളെല്ലാ പീസും ഇങ്ങനെ വൃത്തിയാക്കിയതിന് ശേഷം അതിനൊന്ന് കഴുകി റെഡിയാക്കി എടുക്കുക. നമ്മളത് ഓരോന്നിനെ ഇനി ഓരോ പീസും എടുത്ത് തന്നെ ചെറുതായിട്ട് മുറിച്ചെടുക്കണം. ശേഷം നമ്മൾ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 കപ്പ് വെള്ളവും ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഒഴിച്ച് കൊടുത്തൊന്ന് നല്ലപോലെ ഇളക്കിയതിന് ശേഷം അടുപ്പിൽ വെച്ചൊന്ന് വേവിക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അതിലെ വെള്ളമൊക്കെ വറ്റി വരും. അപ്പോൾ നമ്മൾ തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക. നല്ലപോലെ തണുത്ത് കഴിയുമ്പം കുറേശ്ശെ ഒരു മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക. നമ്മൾ മുഴുവൻ നമ്മുടെ ഇടിച്ചക്ക ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു ഭാഗം എടുത്ത് നമുക്ക് കറി വയ്ക്കാം. അപ്പോൾ നമ്മളതിന് വേണ്ടി കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും ജീരകവും കാന്താരിമുളകും എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചതിന് ശേഷം അതിലേക്ക് തേങ്ങയും കൂടി ഇട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കുക. നമ്മളൊരു പാത്രം അടുപ്പിൽ വെച്ച് കുറച്ച് ജീരകവും കടുകും കൂടെ പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ചതും കൂടി ഇട്ട് ഒന്ന് ചെറുതായി മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് നമ്മുടെ ചക്ക അരച്ചതും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മൂടി വയ്ക്കുക. ഒരു 2 മിനിറ്റിന് ശേഷം നമ്മൾ വീണ്ടും ഇടയ്ക്ക് ഒന്നും കൂടെ എടുത്ത് ഇളക്കി കൊടുക്കുക. വീണ്ടും മൂടി വെച്ച് ഒരു മിനിറ്റും കൂടെ ഒന്ന് മൂടി വെച്ച് വേവിച്ചതിന് ശേഷം നമ്മളൊന്നും കൂടെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഇടിച്ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.